ലോക സിനിമാ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഫ്ലോപ്പ് പിറന്നിട്ട് രണ്ടാഴ്ചയാവുകയാണ്. $150 മില്യൺ ബജറ്റിൽ നിർമ്മിച്ച ബ്രഹ്മാണ്ഡ ചിത്രം തിയേറ്ററിൽ നേടിയതാകട്ടെ 6 കോടി ഇന്ത്യൻ രൂപയ്ക്കടുത്ത് മാത്രം. ഭൂരിഭാഗം തിയേറ്ററുകളിൽ നിന്നും സിനിമ ഇക്കാലയളവിൽ തന്നെ പിൻവാങ്ങിക്കഴിഞ്ഞു. രാജ്യത്തെ സിനിമാ മേഖലയുടെ വളർച്ചയ്ക്ക് ഇറങ്ങിപ്പുറപ്പെട്ട പ്രൊഡക്ഷൻ ഹൗസിൻ്റെ ഭാവി അടക്കം കയ്യാലപ്പുറത്തായിരിക്കുകയാണ് ഈ പരാജയത്തിലൂടെ. 2021 സൗദി മാധ്യമ ശൃംഖലയായ MBC ഗ്രൂപ്പിൻ്റെ ഫിലിം പ്രൊഡക്ഷൻ കമ്പനി MBC സ്റ്റുഡിയോസ് ഡെസേർട്ട് വാരിയർ എന്ന സിനിമ അനൗൺസ് ചെയ്യുന്നത്. രാജ്യത്തെ സിനിമാ മേഖലയുടെ പുനരുജ്ജീവനമായിരുന്നു ലക്ഷ്യം. റൈസ് ഓഫ് ദ പ്ലാനറ്റ്സ് ഓഫ് ദ ഏപ്സ് എന്ന ഹിറ്റ് സിനിമയുടെ സംവിധായകനായ റൂപ്പർട്ട് വൈറ്റിനെ സിനിമ സംവിധാനം ചെയ്യാൻ ഏൽപ്പിച്ചു. മാർവൽ താരം ആന്റണി മാക്കി, ഓസ്കർ വിന്നർ ബെൻ കിങ്സ്ലി, ബ്രിട്ടീഷ് സൗദി താരം ഐഷ ഹാർട്ട് എന്നിവരാണ് സിനിമയിലെ പ്രധാന താരങ്ങളെ അവതരിപ്പിച്ചത്. ഇംഗ്ലീഷിൽ ഒരുങ്ങിയ ചരിത്ര സിനിമ സെറ്റ് ചെയ്തിരിക്കുന്നത് 7th സെഞ്ചുറി അറേബ്യയിലാണ്. എംപററായ കിസ്രക്കെതിരെ ലെജൻഡറി വാരിയർ ഹൻസലയുടെ സഹായത്തോടെ പ്രിൻസസ് ഹിന്ദ് നടത്തുന്ന പോരാട്ടമാണ് കഥ. പ്രിൻസസ് ഹിന്ദായി ഐഷ ഹാർട്ട് എത്തിയപ്പോൾ ഹൻസലയായി ആന്റണി മാക്കിയും ക്രിസ്രയായി കിങ്സ്ലിയും എത്തുന്നു. സൗദി ക്രൂവിനെയും കാസ്റ്റിനെയും ട്രെയിൻ ചെയ്യിക്കുന്നതിനായി മറ്റു രാജ്യങ്ങളിൽ നിന്ന് അണിയറ പ്രവർത്തകരെ സൗദിയിലേക്ക് എത്തിക്കേണ്ടതായി വന്നു. ഇതോടെ ഓരോ ദിവസവും 400 മുതൽ 500 വരെയായി സെറ്റിലെ ആളുകളുടെ എണ്ണം. അത് ശമ്പളം കൂടാനും പ്രൊഡക്ഷൻ നീണ്ടുപോകാനും കാരണമായി. ഇത് ബജറ്റ് 150 മില്യണിലെത്തിച്ചു. ഇന്ത്യൻ രൂപ 1400 കോടി. 2 വർഷത്തോളം നീണ്ട പോസ്റ്റ് പ്രൊഡക്ഷന് ശേഷം 2025 സിനിമ സ്യൂറിക് ഫിലിം ഫെസ്റ്റിവലിൽ സ്ക്രീൻ ചെയ്തു. പിന്നാലെ ഇക്കഴിഞ്ഞ ഏപ്രിലിൽ ആഗോളതലത്തിൽ തിയേറ്ററുകളിലെത്തി. യുണൈറ്റഡ് സ്റ്റേറ്റ്സിന് പുറമെ സൗദിയിൽ പോലും ചിത്രത്തിന് മികച്ചൊരു ഓപ്പണിംഗ് നേടാനായില്ല. 1000-ലധികം തിയേറ്ററുകളിൽ റിലീസ് ചെയ്ത സിനിമയുടെ ഡൊമസ്റ്റിക് ഓപ്പണിംഗ് $4,77,848 മാത്രമാണ്. ഒരു മേജർ ഫിലിമിന് ലഭിക്കുന്ന ഏറ്റവും മോശം കളക്ഷനാണിത്. സൗദി അറേബ്യയിൽ $87,000 നേടി ഓപ്പണിംഗ് കളക്ഷനിൽ 8ാമതാണ് സിനിമ. 2 ആഴ്ചത്തെ ദയനീയ പെർഫോമൻസിൽ ചിത്രം $6,65,000 മാത്രം നേടി ഓട്ടം അവസാനിപ്പിച്ചു. എങ്കിലും ചില തിയേറ്ററുകളിൽ 1-2 ഷോകൾ ഇപ്പോഴും ഓടുന്നുണ്ടെന്നാണ് റിപ്പോർട്ട്. പ്രൊഡക്ഷൻ കോസ്റ്റിൻ്റെ 0.4% പോലും തിരിച്ചുപിടിക്കാത്ത ചിത്രത്തെ ഇതുവരെ നിർമ്മിക്കപ്പെട്ട കൊമേഴ്ഷ്യൽ ഫിലിമുകളിൽ ഏറ്റവും വലിയ പരാജയമായാണ് കണക്കാക്കുന്നത്. 99.6% സിനിമയുടെ നഷ്ടം. മോശം മാർക്കറ്റിങ്ങും വേർഡ് ഓഫ് മൗത്തിലൂടെ സിനിമ മുന്നേറാത്തതുമാണ് ഇത്രയും കനത്ത പരാജയത്തിന് കാരണമെന്നാണ് വിലയിരുത്തൽ. അമേരിക്കയിൽ ചിത്രത്തിന് തീരെ പ്രൊമോഷൻ ലഭിച്ചില്ലെന്നാണ് റിപ്പോർട്ട്. പോസ്റ്റ് പ്രൊഡക്ഷൻ ഒരുപാട് സമയമെടുത്തതിനാൽ സിനിമ അനൗൺസ് ചെയ്ത സമയത്ത് ഹൈപ്പും നഷ്ടമായി. ഡയറക്ടറും പ്രൊഡക്ഷൻ ഹൗസും തമ്മിൽ തർക്കങ്ങൾ ഉണ്ടാവുകയും അദ്ദേഹം സിനിമയിൽ നിന്നും പിന്മാറുകയും ചെയ്തിരുന്നു. എന്നാൽ പിന്നീട് തിരിച്ചെത്തുകയായിരുന്നു. റിലീസിന് പിന്നാലെ റിവ്യൂ ചെയ്യാൻ പാകത്തിനുള്ള അറ്റൻഷൻ പോലും സിനിമയ്ക്ക് കിട്ടാതെയായി. ഇറാൻ അമേരിക്ക യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ റിലീസ് മാറ്റിവെക്കാൻ ഉദ്ദേശിച്ചിരുന്നുവെങ്കിലും ഇനിയും വൈകിപ്പിക്കേണ്ട എന്ന് തീരുമാനിക്കുകയായിരുന്നു. ഏതുതരം ഓഡിയൻസിനെയാണ് സിനിമ ഉദ്ദേശിച്ചതെന്ന് മനസ്സിലാകുന്നില്ല. സൗദിയിൽ ഷൂട്ട് ചെയ്ത മറ്റൊരു ബിഗ് ബജറ്റ് ഹോളിവുഡ് പടം എന്നതിനപ്പുറം മറ്റൊന്നുമില്ലെന്നാണ് പലരുടെയും വിലയിരുത്തൽ. സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ്റെ കൺട്രോളിലുള്ള പബ്ലിക് ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ടിലൂടെയാണ് പ്രൊഡക്ഷൻ ഹൗസിൻ്റെ MBCയുടെ ഫണ്ടിങ്. ഇത്രത്തോളം നഷ്ടം വന്ന സ്ഥിതിക്ക് അദ്ദേഹത്തിൻ്റെ കയ്യിലാണ് ഇപ്പോൾ കമ്പനിയുടെ ഭാവി. സ്പോർട്സിൽ പണം ഇറക്കിയ പോലെ സിനിമയിൽ രാജാവ് ഇനി പണം ഇറക്കുമോ എന്നാണ് ഇപ്പോഴത്തെ ചോദ്യം.